കുരുപ്പ് രോഗാണുക്കളെയും കൊണ്ടുവന്ന കാറ്റ് പൂർണ്ണമായും ഇറങ്ങിപ്പോയിട്ടും തക്ഷൻ കുന്നിന്റെ പല ഭാഗങ്ങളിലും ഭീതി അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുൻപ് തക്ഷൻ കുന്നിനു മീതെ വീശിയടിച്ച കാറ്റിനേക്കാൾ പാതി മടങ്ങ് തീവ്രതയുള്ളതായിരുന്നു ഇപ്രാവശ്യത്തെ കാറ്റ്. അതിന്റെ തോതനുസരിച്ച് രോഗത്തിന്റെ കാഠിന്യം വർദ്ധിക്കേണ്ടതായിരുന്നു, മരണത്തിന്റെ എണ്ണവും. ദേഹത്തിൽ കയറിക്കഴിഞ്ഞാൽ രോഗിയെയും കൊണ്ടുപോകുന്ന രോഗമാണ് എല്ലാവരിലും പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ടും 3 പേർ മാത്രമാണ് മരിച്ചത്. നമുക്ക് തക്ഷൻകുന്ന് സ്വരൂപത്തിൽ വെച്ച് തന്നെ തുടങ്ങാം. വയലാർ അവാർഡ് നേടിയ കൃതിയാണ് തക്ഷൻകുന്ന് സ്വരൂപം. ഒരു കാലത്തിൻ്റെ ചരിത്രം, ഒരു ദേശത്തിൻ്റെ ചരിത്രം, ഒരു സാംസ്കാരിക ചരിത്രം, രാഷ്ട്രീയ ചരിത്രം ഇതൊക്കെ ഉൾക്കൊള്ളുന്നൊരു ബൃഹദാഖ്യായികയാണ് തക്ഷൻകുന്ന് സ്വരൂപം എന്ന് വേണം പറയാം. അതിൻ്റെ രചനാനുഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടത്തെക്കുറിച്ചൊന്ന് പറയാമോ? തക്ഷൻകുന്ന് സ്വരൂപം ഒരു ദേശത്തിൻ്റെ കഥയാണ്. ഒരുപക്ഷെ എനിക്ക് നന്നായി അറിയുന്ന ഒരു ദേശം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് അറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഏകദേശം 100 വർഷത്തെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തിൻ്റെ പഴയ ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ രാഷ്ട്രീയമുണ്ട്, സാംസ്കാരികമായ ഇടപെടലുണ്ട്. ആ രീതിയിലുള്ള വളരെ ചലനാത്മകമായ ഒരു കാലഘട്ടത്തെയാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു പരിധിവരെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സാഹസികമായ ഒരു രചനാനുഭവമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് അറിയാത്ത, ഒട്ടും അറിയാൻ സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോയിരുന്നത്. അപ്പോൾ അവിടെ കടന്നു ചെന്നുകൊണ്ട് ആ കാലത്തെ അറിയുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. അതിനെ വളരെ പക്ഷേ സമർത്ഥമായി തന്നെ ഒരു പരിധിവരെ മറികടക്കുവാൻ സാധിച്ചു എന്നാണ് ആ നോവൽ മുൻനിർത്തി എനിക്ക് പറയാൻ കഴിയുന്നത്. കേളപ്പൻ കുതിരവണ്ടിയിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടപ്പോൾ പോക്കർ ഹാജി ഒറ്റയ്ക്കാണ് മുദ്രാവാക്യം വിളിക്ക് തുടക്കമിട്ടത്. എന്നാൽ പെട്ടെന്ന് തന്നെ അതിന് അനേകം പ്രതിധ്വനികളുണ്ടായി. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ അതേറ്റു ചൊല്ലാൻ തുടങ്ങി. മുദ്രാവാക്യങ്ങളുടെ വലിയൊരു മേൽക്കൂര ഉയർന്നു. അതിന് കീഴിലൂടെ കേളപ്പൻ നടന്നു. അതൊരു ഇതിഹാസ നോവൽ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു രാഷ്ട്രീയ ചരിത്രം കൂടി അതിൽ അനാവരണം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ജീവിച്ചിരുന്ന കഥാപാത്രങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ കേരളീയനെ പോലുള്ള മഹാരഥന്മാർ വരുന്നുണ്ട്. പക്ഷെ കേരളീയൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിനപ്പുറം ഒരു നിശബ്ദ പ്രണയം കൂടി അതിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? തക്ഷൻകുന്ന് സ്വരൂപം ഒരു രാഷ്ട്രീയ നോവൽ കൂടിയാണ്. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരുപാട് മുഹൂർത്തങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനു പുറമെ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ സജീവമായി പങ്കെടുത്തിട്ടുള്ള വളരെ പ്രമുഖരായ വ്യക്തികൾ അതിൽ കഥാപാത്രങ്ങളാണ്. കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയ ഒട്ടേറെ പേർ കഥാപാത്രങ്ങൾ അതിൽ. അപ്പോൾ ഇവരെ ഒക്കെ തന്നെയും കടന്നു വരുമ്പോൾ തന്നെ തികച്ചും യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ഒരു ചരിത്ര സമീപനമാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ 125ഓളം കഥാപാത്രങ്ങൾ ആ നോവലിലുണ്ട്. പക്ഷേ ആ നോവലിലെ പകുതി കഥാപാത്രങ്ങളും യഥാർത്ഥത്തിൽ ആ ദേശത്ത് ജനിച്ചവർ തന്നെയാണ്. അവർ അവിടെ ജീവിച്ചവരാണ്. അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജനിച്ചവരും അല്ലാത്തവരുമായ സാങ്കല്പികമായ കഥാപാത്രങ്ങളെ യോജിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു പരിധിവരെ ഒരു പരീക്ഷണമാണ് എങ്കിൽ പോലും ഒട്ടും വിഷമമില്ലാതെ തന്നെ മറികടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നോവലിൻ്റെ ഒരു
രചനാനുഭവമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാറിനെ പിന്നിലാക്കി നടപ്പാതയിലൂടെ അവൾ നടന്നു പോകുന്നതിന് മുൻപേ ശിവരാമൻ പറഞ്ഞു, കൊച്ചേ, ഇങ്ങനെ എല്ലാ സമയത്തും രക്ഷിക്കാൻ ഞാനുണ്ടായെന്ന് വരില്ല. എനിക്കിനി വിരമിക്കാൻ 1 കൊല്ലവും 1 മാസവും 17 ദിവസവുമേ ഉള്ളൂ. സ്വയം രക്ഷിക്കാൻ കഴിയുന്ന പെൺകുട്ടികൾക്ക് ഇക്കാലത്ത് മാന്യമായി ജീവിക്കാനാകൂ. കൊച്ച് അക്കാര്യം മനസ്സിലാക്കണം. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയ പോലീസുകാരൻ്റെ പെൺമക്കൾ എന്നുള്ളൊരു ചെറുകഥാ സമാഹാരമുണ്ട്. ആ പുസ്തകത്തെക്കുറിച്ചൊന്ന് പറയാമോ? തക്ഷങ്ക സ്വരൂപം ധാരാളം വായിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 22ഓളം പതിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞു. അതിനുശേഷമാണ് പോലീസുകാരൻ്റെ പെൺമക്കൾ എന്നുള്ള കഥ ഞാൻ എഴുതിയിട്ടുള്ളത്. ആ കഥയിൽ ആ കാലഘട്ടത്തിലെ കുറേ വ്യക്തിപരമായ അനുഭവങ്ങളും സാങ്കല്പിക അനുഭവങ്ങളും ചേർത്ത് വെച്ചാണ് ആ കഥ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതിൽ പോലീസുകാരൻ പെൺമക്കളിൽ യഥാർത്ഥത്തിൽ ആ പോലീസുകാരൻ തന്നെ എനിക്ക് അറിയാവുന്ന ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രം അനുഭവിച്ചിട്ടുള്ള വ്യക്തിപരമായ വേദനകൾ ഏറെക്കുറെ അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിനെ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു പോലീസുകാരൻ ജീവിതത്തിൽ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ തന്നെ കൃത്യമായി മറികടക്കുവാനുള്ള ഇച്ഛാശക്തി ആ കഥാപാത്രം ആർജിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കഥാപാത്രത്തെയാണ് ഞാൻ അതിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. കുറേ കാലം പത്രപ്രവർത്തകനായിരുന്നു എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ ഈ പത്രപ്രവർത്തനവും ഈ സർഗാത്മക സാഹിത്യവും അത് തമ്മിലുള്ളൊരു പൊരുത്തപ്പെടലോ അല്ലെങ്കിൽ വൈരുദ്ധ്യമോ അതെങ്ങനെയാണ്, ആ സംഘർഷത്തെ എങ്ങനെയാണ് അതിജീവിച്ചത്? പത്രപ്രവർത്തനവും സർഗാത്മകവും തമ്മിൽ വളരെയേറെ വൈരുദ്ധ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ അനുഭവം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ കാരണം നമുക്കൊരിക്കൽ പോലും പത്രപ്രവർത്തനത്തിൻ്റെ തിരക്കിനിടയിൽ നിന്നുകൊണ്ട് ഒരു സർഗാത്മക രചന നടത്താൻ സാധിക്കില്ല. ഒരു സർഗാത്മക രചന നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഏകാന്തതയും ധ്യാനവുമൊക്കെ ആവശ്യമാണ്. ഒരു സന്ദർഭത്തിലും പത്രപ്രവർത്തന ജീവിതം നമുക്ക് സമ്മാനിക്കുന്നില്ല. തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം പത്രപ്രവർത്തന ജീവിതം എൻ്റെ എഴുത്ത് ജീവിതത്തിന് വലിയ ഒരു വെല്ലുവിളിയായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എങ്ങനെയാണ് അതിനെ മറികടക്കാൻ കഴിഞ്ഞതെന്നുള്ളത്. കാരണം ഇത്രയും വർഷക്കാലം ഞാൻ പത്രപ്രവർത്തനമായിട്ട് പോലും എൻ്റെ എഴുത്ത് ഒരു തരത്തിലും തടസ്സപ്പെട്ടിരുന്നില്ല. അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. അതിൻ്റെ കാരണം ഒരുപക്ഷെ എഴുത്തിനോടുള്ള എൻ്റെ പ്രതിബദ്ധത, എൻ്റെ നിശ്ചയദാർഢ്യം തന്നെയായിരിക്കാം. മാത്രമല്ല പലപ്പോഴും പത്രപ്രവർത്തകർക്കുണ്ടാകുന്നൊരു അപകടം എഴുത്തിൻ്റെ ഭാഷയിൽ, സർഗാത്മക രചനയിൽ പത്രപ്രവർത്തക രചന ആധിപത്യം ചെലുത്തും. അതുകൊണ്ട് തന്നെ പത്രഭാഷ കടന്നു വരുമ്പോൾ സർഗാത്മക രചന തീർച്ചയായിട്ടും ജടിലമാവുകയും ചെയ്യും. അത് വളരെ അപകടകരമായ കാര്യമാണ്. ഇത് രണ്ടിനെയും മാറ്റി നിർത്തുക എന്നുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഞാൻ നേരിട്ടിരുന്നത്. അതിനെങ്ങനെ വിജയിച്ചോ എന്നുള്ളത് വായനക്കാരാണ് വിലയിരുത്തേണ്ടത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷക്കാലം ഒരു പത്രപ്രവർത്തനമായിട്ട് പോലും എൻ്റെ എഴുതുവാനുള്ള എൻ്റെ തൃഷ്ണയെ തടസ്സപ്പെടുത്തുവാൻ പത്രപ്രവർത്തനം കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എങ്കിൽ പോലും പത്രപ്രവർത്തനം സർഗാത്മക സാഹിത്യത്തിനെ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ പോലും പത്രപ്രവർത്തന കാലത്തെ ചില വ്യക്തികളുമായിട്ടുള്ള അനുഭവങ്ങൾ
അത് വ്യക്തി ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ AK ആൻ്റണിയുമായിട്ടുള്ള ബന്ധം, CP ശ്രീധരനുമായിട്ടുള്ള പരിചയം, അതുപോലെ ബാലേന്ദ്രൻ ചുള്ളിക്കാടുമായിട്ടുള്ള സൗഹൃദം, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അത് എന്നെ സംബന്ധിച്ചിടത്തോളം പത്രപ്രവർത്തന ജീവിതം അതിന് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ വളരെ ഗുണകരമാണെന്ന് കരുതുന്ന ഒരാളാണ്. കാരണം പലപ്പോഴും ഞാൻ ഇവിടെ പത്രപ്രവർത്തന ജീവിതത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ വളരെ അന്തർമുഖനായിരുന്നു. കാരണം പലപ്പോഴും ഒരു സമൂഹത്തെ ഫേസ് ചെയ്യുവാനുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ഒരു പത്രപ്രവർത്തകനായത് എന്ന്, മാത്രമല്ല ഒരു വിജയിച്ച പത്രപ്രവർത്തകനായത് എന്ന് പലപ്പോഴും ഞാൻ സ്വയം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരുപക്ഷെ ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ എന്നെ ഏറെ തുണച്ചിരുന്ന, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, അത്തരം വ്യക്തികൾ തന്നെയാണ്. അവർക്ക് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള വ്യക്തികളുടെ സഹായം ഇല്ലാതിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കൽ പോലും എനിക്ക് പത്രപ്രവർത്തന ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമായിരുന്നില്ല. മാത്രവുമല്ല, പത്രപ്രവർത്തനം എനിക്ക് തന്നത് വളരെയേറെ ഗുണകരമായ അനുഭവങ്ങളാണ്. അത് ജീവിതത്തിൽ മറ്റൊരാൾക്കും ഉണ്ടാകാത്ത കാര്യമാണ്. ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാൻ സാധിച്ചു. പല സന്ദർഭങ്ങളുമായിട്ടും അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിനെ മറികടക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മുമ്പ് എനിക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആത്മവിശ്വാസം വളരെ കുറവായിരുന്നു. പക്ഷെ പിന്നീട് പതുക്കെ ഏത് സന്ദർഭത്തെയും അഭിമുഖീകരിക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായി എന്നുള്ളത് പത്രപ്രവർത്തന ജീവിതം തന്ന ഒരു സാഹചര്യമാണ്. അത് പത്രപ്രവർത്തന ജീവിതത്തോട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. അതേസമയം പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കരുതുന്നത് അത് എപ്പോഴും ഒരു സർഗാത്മക വിരുദ്ധമായ സ്ഥലം അതിനുണ്ട് തന്നെയാണ്. AK ആൻ്റണി സാർ എന്നുള്ള വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടുന്നതും അദ്ദേഹം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നതൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം കുറിച്ച സന്ദർഭമാണ്. ഞാൻ കോഴിക്കോട് നിന്ന് പത്രപ്രവർത്തനം വേണ്ടി എറണാകുളത്ത് എത്തുകയാണ്. എറണാകുളത്ത് എത്തുമ്പോൾ എനിക്ക് അതിന് ശേഷം എന്നുള്ള ചോദ്യത്തിൽ എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അത്രയൊന്നും ഒരു പരിചയമില്ല, നഗരവുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ കോഴിക്കോട് നഗരത്തിലാണ് പഠിച്ചതെങ്കിൽ പോലും അത്തരമൊരു പുതിയ നഗരത്തിൽ ചെന്ന് എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും എന്നുള്ള ഒരു വിശ്വാസക്കുറവ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പിട്ട് എൻ്റെ സുഹൃത്തായിരുന്ന CH ഹരിദാസ് മരിച്ചുപോയി. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാനവിടെ KPCC പ്രസിഡൻറ്റിന് ഒരു കത്തെഴുതാം, ചിലപ്പോൾ അദ്ദേഹം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ മറ്റൊരു ബലവുമില്ലാതെ എറണാകുളത്തെത്തുന്നത്. വേറെ ആരെയും പരിചയമില്ല. ഞാനവിടെ പത്രപ്രവർത്തന കോഴ്സിന് ചേരുന്നു, എനിക്കവിടെ പ്രവേശനം ലഭിക്കുന്നു. അങ്ങനെ ചേർന്നപ്പോഴാണ് അവിടുന്ന് എങ്ങോട്ട് പോകും എന്നുള്ള ഒരവസ്ഥ എനിക്കറിയില്ല. ഞാനന്ന് KPCC പ്രസിഡൻ്റായ ആൻ്റണി സാറിന് കത്തെഴുതുന്നു, ഞാനിങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ കത്തെഴുതുകയാണ്. അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി എനിക്ക് ലഭിക്കുന്നു, എന്നെ വന്ന് കാണുക എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെ KPCC ഓഫീസിൽ പോയി കാണുന്നു. അദ്ദേഹം എൻ്റെ അവസ്ഥകൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ യഥാർത്ഥം തുറന്നു പറഞ്ഞു. കാരണം എനിക്ക് യാതൊരു പരിചയമില്ല, എനിക്കൊരു പത്രപ്രവർത്തനാകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അങ്ങനെ കുറേ കാര്യം പറഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ, അദ്ദേഹം പറഞ്ഞു ശരി. കുറേ നേരം ആലോചിച്ചു. അദ്ദേഹം പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അവിടെയുള്ള പ്യൂണിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ആ മുറി കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്യൂൺ എന്നെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആ മുറി ഞാൻ ചെന്നപ്പോൾ നല്ല സോഫ കമ്പിൻ്റെ ഉള്ള ഒരു കിടക്ക, ചാരു കസേര എല്ലാം ഉണ്ട്. ഞാൻ ചോദിച്ചു എന്തിനാണ് ഇതെന്ത് എന്നെ കൂട്ടിക്കൊണ്ടത്? അത് നിങ്ങൾക്ക് വേണ്ടി തന്നതെന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ അദ്ദേഹത്തെ, ആൻ്റണി സാറിന് വ്യക്തി ആദ്യമായി കാണുക, അദ്ദേഹത്തെ മറ്റു യാതൊരു പരിചയവും എനിക്കില്ല. അപ്പം അങ്ങനെ ഇത്രയും അപരിചിതനായ ഒരാളോട് ഇത്രയും വലിയ കാരുണ്യം കാണിക്കാൻ എന്താണ് കാരണം എന്നാണ് ഞാൻ അന്തം വിട്ടു പോയി. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് വീണ്ടും ആൻ്റണി സാറിനെ കാണുകയാണ്. ഞാൻ ചോദിച്ചു എന്താ വേണ്ടെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അവിടെ താമസിച്ചോളുന്നു. താമസിക്കാൻ വേറെ മുറിയില്ലല്ലോ. ഞാൻ പറയില്ല എങ്കിൽ അവിടെ താമസിച്ചോളെന്ന് പറഞ്ഞു. അങ്ങനെ KPCC ഓഫീസിലെ കിഴക്ക് ഭാഗത്തുള്ള
സിംഗിൾ റൂമിൽ ഞാനിങ്ങനെ രാജകീയമായി താമസിക്കുകയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ എന്താ പറയേണ്ട ഒരു അപ്രതീക്ഷിതമായൊരു വഴിത്തിരിവാണ്. ഒരുപാട് അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ തന്നെ ഇല്ലാതാവുകയും ജീവിതത്തിൽ ആരൊക്കെയോ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളൊരു ആത്മബലം എനിക്ക് തന്ന അനുഭവമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ആന്റണി സാറുമായിട്ട് വളരെയേറെ അടുക്കുകയും അദ്ദേഹം ഒരുപാട് സന്ദർഭങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് പിന്നെ വീക്ഷണം വാരികയുടെ മൊത്തം ചുമതല എനിക്ക് തന്നു. എന്തും ചെയ്യുവാൻ സ്വാതന്ത്ര്യം. നമ്മുടെ പ്രശസ്തനായ ബാലചന്ദ്രകാടിന്റെ ആദ്യത്തെ നോവൽ പ്രസിദ്ധീകരിച്ചത് വീക്ഷണം വാരികയിലെ UK കുമാരേട്ടനെ. വീക്ഷണം വാരിക തുടങ്ങിയപ്പോൾ ആന്റണി സാറാണ് പബ്ലിഷർ. ആന്റണി സാറ് പറഞ്ഞു UK എന്ന് എന്തെങ്കിലും വിളിക്കുക. അതേമാതിരി UK അത് നിങ്ങളുടെ പ്രായത്തിലെ എല്ലാ എഴുത്തുകാരെയും അതിൽ കൊണ്ടുവരണം, യാതൊരു സംശയം വേണ്ട, ഏറ്റവും നല്ല സാഹിത്യ വാരികയാക്കി ഇത് മാറ്റണം എന്ന് പറഞ്ഞു. ആ ഒരു അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടല്ലോ, അതെനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക എൻ്റെ പ്രായക്കാരായ കാലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുമായി ബന്ധപ്പെടുകയും അവരുടെ ഒട്ടുമിക്ക രചനകളും അക്കാലത്ത് വീക്ഷണത്തിൽ വരികയുണ്ടായി. അങ്ങനെ ഒരുപാട് TV കൊച്ചുബാവ, ഗ്രേസി അടക്കമുള്ള ഒരുപാട് എഴുത്തുകാർ അതിൽ വന്നു. ഇന്ന് മലയാളത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആദ്യത്തെ നോവലറ്റ് പ്രസിദ്ധീകരിച്ചത് വീക്ഷണം വാരികയിലാണ്. അത് UK കുമാരേട്ടൻ പത്രാധിപരിക്കുന്ന സമയത്താണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? വളരെ അവിചാരിതമായിട്ടുള്ള സന്ദർഭമാണ്. ഒരിക്കൽ അങ്ങനെ ഓണപ്പതിപ്പ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ അതേ പ്രായത്തിലുള്ള ചെറുപ്പക്കാരൻ വീക്ഷണം വാരികയുടെ ഓഫീസിൽ വരികയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്, അദ്ദേഹത്തിൻ്റെ ചെറിയ കവിതകൾ മുമ്പ് വായിച്ച് എനിക്കറിയാം, ഞാൻ എന്താ വന്നു ചോദിച്ചു. എനിക്കൊരു ഇതുണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ, നോക്കിയിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് രാത്രി തന്നെ ആ നോവൽ അത് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അത് വ്യത്യസ്തമായൊരു നോവലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചീഫ് എഡിറ്റർ D വിവേകാനന്ദനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നുള്ള ഒരു കവിയുടെ ഒരാളുടെ കവിത ഒരു നോവൽ വന്നിട്ടുണ്ട്, നമുക്കത് കൊടുത്തുകൂടെ വെച്ചു. കൊടുക്കാമെന്നാണ്. അങ്ങനെ അത് ഓണപ്പതിപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ കൊടുക്കുകയത് ഹിരണ്യം. അതിനുശേഷം ബാലചന്ദ്രൻ്റെ ഒട്ടേറെ കവിതകൾ വീക്ഷണം വാരികയിൽ തുടർച്ചയായിട്ട് കൊടുക്കുകയുണ്ടായി. പിന്നീടാണ് കലാകൗമുദിയിലും മാതൃഭൂമിയിലൊക്കെ തന്നെ ബാലൻ്റെ കവിതകൾ വരുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പത്രാധിപ എന്ന നിലയ്ക്ക് ഒരുപാട് അഭിമാനമുണ്ടാക്കിയ സന്ദർഭമാണിത്. അതുപോലെ തന്നെ അക്കാലത്ത് ധാരാളം പുതിയ എഴുത്തുകാരെ കൊണ്ടുവരാൻ വീക്ഷണം വാരിക കഴിഞ്ഞിട്ടുണ്ട്. അത് സാധിച്ചത് ഒരു പരിധിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്റണി സാറിൻ്റെ പ്രോത്സാഹനവും പിന്നെ ഞങ്ങളുടെ വീക്ഷണം പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപരായിരുന്ന CP ശ്രീധരൻ മുറി തൊട്ടപ്പുറത്താണ്. അദ്ദേഹം ഞങ്ങൾക്ക് വളരെയധികം സഹായം. പിന്നെ അതിന് പുറമെ C രാധാകൃഷ്ണൻ എൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു വീക്ഷണം വാരികയുടെ, അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് വീക്ഷണ പത്രത്തിൽ ഒരുപാട് വളരെ പ്രഗത്ഭരായ എഴുത്തുകാർ V മധുസൂദൻ നായർ അക്കാലത്ത് എഴുതിയിരുന്നില്ല, പക്ഷേ മധു അവിടെ ഉണ്ട്. അത്തരത്തിലൊരുപാട് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലേറ്റവും വ്യത്യസ്തമായ അനുഭവം ചുള്ളിക്കാടിൻ്റെ ഹിരണ്യം അതിൽ വന്നുകൊള്ള. പ്രധാനമന്ത്രിയുടെ വിദേശ നയത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം എഴുതാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു വെല്ലുവിളി പോലെ അത് ഏറ്റെടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഒരു പത്രപ്രവർത്തകൻ എല്ലായ്പ്പോഴും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നിൽ നിന്നും മാറി നിൽക്കാൻ സാധ്യമല്ല. ചെയ്യാൻ കഴിയുമെന്ന് ബോധ്യമുള്ളത് ഏറ്റെടുക്കാൻ ശ്രമിക്കുക. ആ ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എഴുതാം.
കണ്ടുകണ്ടിരിക്കെ എന്നുള്ള നോവലും. അപ്പോൾ ഒരു വ്യത്യസ്തം അതുവരെയുള്ള നോവൽ അല്ലെങ്കിൽ ചെറുകഥകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു നഗരജീവിതത്തിൻ്റെ സന്ദർഭങ്ങൾ ആവിഷ്കരിക്കുന്ന നോവലാണെന്ന് പറഞ്ഞു. അത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പുതിയ പതിപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ നോവലിനെ കുറിച്ച് വായനക്കാരൻ്റെ പ്രതികരണങ്ങൾ? കണ്ടുകണ്ടിരിക്കുന്ന നോവല് യഥാർത്ഥത്തിൽ എൻ്റെ പത്രപ്രവർത്തനാനുഭവം. കാരണം നേരത്തെ പറഞ്ഞ പോലെ പത്രപ്രവർത്തകന് ധാരാളം അനുഭവങ്ങളുണ്ടാവും. അതിങ്ങനെ തന്നെ ശിഥിലീകരിക്കും. പക്ഷെ അതിനൊന്ന് ക്രോഡീകരിച്ച് കഴിഞ്ഞാൽ നല്ല നോവലാകാൻ സാധിക്കും. അപ്പം അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു വെല്ലുവിളി തക്ഷങ്ക സ്വരൂപം എഴുതിയ ഭാഷയിൽ ഒരിക്കൽ പോലും അത്തരമൊരു നോവൽ പറ്റില്ല. കാരണം ഇത് പത്രപ്രവർത്തന ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. അത് സ്വാഭാവികമായും പത്രഭാഷ കടന്നു വരും. അതിൽ പത്രഭാഷ കടന്നു വരും ചെയ്തിട്ടുണ്ട്. അത് മനഃപൂർവ്വമല്ല, അങ്ങനെ പറ്റുള്ളൂ. അത് എൻ്റെ പത്രപ്രവർത്തക അനുഭവങ്ങളെ ഏകദേശം ക്രോഡീകരിച്ചു കൊണ്ട് എഴുതിയ നോവലാണത്. അതിൽ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അതിൽ. അതിൽ ജെയിംസ് എന്ന കഥാപാത്രം, സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് ഏറെ പരിചിതനായ മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റാണ്. പക്ഷേ അത് ആ തലത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. പക്ഷേ ആ കഥാപാത്രത്തിലൂടെ ഒരു സന്ദർഭം കൊണ്ടുവരികയും അത് വായനക്കാർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ വ്യത്യസ്തമായ ഒരു നോവലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത് നന്നായി വായിക്കപ്പെടുന്നുണ്ട്. പക്ഷേ തക്ഷങ്ക സ്വരൂപത്തിൻ്റെ ഭാഷയും ഇതിലെ ഭാഷയും വ്യത്യസ്തമാണ്. അങ്ങനെ എഴുതാൻ സാധിക്കുള്ളത്. എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന താഴേടത്ത് പറമ്പിൽ ഹൈദ്രോസ് എന്നയാൾ എന്റെ വീട്ടുവളപ്പിലേക്ക് 10 അടി കടന്ന് വേലി കെട്ടി സ്ഥലം കയ്യേറിയിരിക്കുന്നു. ഞങ്ങൾക്കാകെയുള്ള സ്ഥലത്താണ് കയ്യേറ്റം നടത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പോലീസ് അധികൃതർ വേലി പൊളിച്ചു മാറ്റി സ്ഥലം പഴയ രീതിയിലാക്കിത്തരാൻ വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തകർ ആ പരാതി വായിച്ച് ചുറ്റും പകച്ചു നോക്കി. ഇവിടെ എവിടെയാണ് അതിർത്തികൾ ഉള്ളത്? എല്ലാ അതിരുകളും മലവെള്ളം കൊണ്ടുപോയിരിക്കുന്നു. എഴുത്തുകാരൻ എപ്പോഴും സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്നവരായിരിക്കണം എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരുടെ ദുരന്തങ്ങളുടെയും ദുഃഖങ്ങളുടെയും കൂടെ നിൽക്കുന്നവരാണ് എഴുത്തുകാരൻ. അടുത്ത കാലത്ത് ഉണ്ടായ വയനാട് ദുരന്തത്തെക്കുറിച്ച് ഒരു കഥ മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ കഥയെക്കുറിച്ചൊന്ന് പറയുമോ? അടുത്ത കാലത്ത് വന്ന ചൂരൽമല എന്നുള്ള കഥ, അത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലം എഴുതിയിട്ടുള്ള കഥയാണ്. ഇപ്പോൾ ഏറെക്കുറെ എൻ്റെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, ഏത് കഥ എടുത്തു നോക്കിയാൽ പോലും അതിലെവിടെയെങ്കിലും എൻ്റെ വ്യക്തിപരമായ ഒരനുഭവത്തിൻ്റെ സ്പർശമുണ്ടാകുന്നതാണ്. അതില്ലാതെ ഒരു കഥയിലും കടന്നു പോയിട്ടില്ല. ഏതെങ്കിലും ഒരു കഥയിൽ ഉണ്ടാവും. എങ്കിൽ ആകാശത്തിന് കൃത്രിമമായൊരു കഥ ഉണ്ടാക്കാൻ സാധിക്കില്ല ഒരു പരിധിവരെ. അപ്പോൾ ഈ കഥ ചൂരൽമല എന്നുള്ള കഥ, ചൂരൽമല എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ദുരന്തം എന്താണെന്നറിയാം. അത് എന്നെ സംബന്ധിച്ചോളം ബാധിച്ച കാര്യം, എനിക്ക് അറിയാവുന്ന ഒരു സുഹൃത്ത് ആ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ള. അത് ഇവിടെ ഗഫൂർ എന്നുള്ള മാഷാണ്. ഗഫൂർ എന്ന കഥാപാത്രത്തിലൂടെയാണ് ആ കഥ കടന്നു പോകുന്നത്. ഗഫൂർ വയനാട് താമസിക്കുന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹവും ഗഫൂറും മാഷുമായിട്ടും ഞാനും തമ്മിൽ വളരെ അടുപ്പമുള്ള കഥാപാത്രം. പക്ഷേ യഥാർത്ഥ പേര് മറ്റൊന്നാണ്. ഇതിൽ ഞാൻ ഗഫൂർ മാഷ് ആരംഭിക്കുന്നത്. പക്ഷേ ആ ഗഫൂർ മാഷ് ദുരന്തമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറെ കരുതൽ എടുത്തിട്ട് പോലും ആ ദുരന്തത്തിൽ സ്വന്തം ജീവിതം കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ഉണ്ടായത്. കാരണം അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള ആ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ വെള്ളം കലങ്ങി ഒഴുകിയപ്പോഴും അവിടെയുള്ള പ്രാദേശികമായ ഒരു ലേഖകൻ അന്നത്തെ ചാനൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്, മുന്നറിയിപ്പ് കൊടുത്തു. ഇത് കണ്ടിട്ട് പലരും ആ പുഴത്തീരത്തുള്ള പലരും മാറി താമസിച്ചു. ഗഫൂർ മാഷ കുടുംബവും മാറി താമസിച്ചു. ഗഫൂർ മാഷ കുടുംബം മാറി താമസിച്ചാൽ കുറേ കൂടി ഉയരമുള്ള സ്ഥലത്ത്, ഒരിക്കൽ പോലും പ്രളയം വന്നാൽ അവിടെ എത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ അത്രയും ഉയരമുള്ള ഒരു സ്ഥലത്താണ് താമസിച്ചത്. അപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഇപ്പം ഞാൻ ഇവിടെയാണ്, എൻ്റെ മകളെ ഇവിടെയാണ് താമസിക്കുന്നത്, ഇവിടെ വെള്ളപ്പൊക്കമൊന്നും എത്തില്ല വിശ്വാസം. നിർഭാഗ്യവശാൽ ഉരുൾപൊട്ടി അത്രയും ഉയരത്തിൽ വെള്ളം കന്ന് അദ്ദേഹത്തിൻ്റെ വീട് ഒലിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ശരീരം പോലും കിട്ടിയിട്ടില്ല. പിന്നീട് കിട്ടി, 4-ാമത്തെ ദിവസം കിട്ടി. അതുണ്ടായ ഒരു അനുഭവമാണ്. ഇതെന്നെ വല്ലാതെ നോവിപ്പിക്കുകയുണ്ടായി. ആ സംഭവമാണ് ചൂരൽമല എന്നുള്ള കഥ എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതുപോലെ ഇനിയും നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് കഥകളും നോവലുകളും എഴുതുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ തിരക്ക് പിടിച്ച സമയത്തും ദൂരദർശന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സ് തുറന്ന് വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. തീർച്ചയായും പങ്കെടുത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. വളരെ നന്ദി, നമസ്കാരം.